ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നമ്മുടെ മലയാളം സെക്കൻഡ് പരീക്ഷയും കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിൽ വരുന്നത് സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷ അല്ലേ. അതിലാണെങ്കിലോ ആലോചിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ഒരു സബ്ജക്റ്റ്, ഏകദേശം 7 ചാപ്റ്റർ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിട്ട് എന്തായി സാറേ? ഇപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കരുത്. ഇപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിച്ചുകൊണ്ട് പലതും ഞങ്ങൾ മറന്നു പോയിട്ടുണ്ട്. പണ്ടേ സോഷ്യലൊക്കെ ഞങ്ങൾ പഠിച്ചു വെച്ചായിരുന്നു, അതൊക്കെ ഞങ്ങൾ മറന്നു പോയിട്ടുണ്ട് എന്ന ചിന്തയായിരിക്കും പല ആളുകളുടെയും മനസ്സിലുണ്ടായിരിക്കുക. അവരോടാണ് എനിക്ക് ആദ്യം തന്നെ സംസാരിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. മക്കളെ, നമ്മൾ സ്കൂളിൽ 10ാം ക്ലാസ്സിലേക്ക് കയറിയ ഉടനെ തന്നെ നമ്മുടെ വീട്ടുകാർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെ അവർ പറയും നമ്മളോട്, നീ 10ലാണ് പഠിക്കുന്നില്ലേ? നമ്മൾ അപ്പോൾ പറയും ഞാൻ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. ഞാൻ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, ഞാൻ ട്യൂഷനിൽ നിന്ന് പഠിക്കുന്നുണ്ട്, ഞാൻ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അത് പറഞ്ഞിട്ട് അവർ നമ്മൾ സമാധാനിപ്പിക്കുക ചെയ്യാം. ഈ റിസൾട്ടുകളെല്ലാം അവർ ചോദിക്കുന്ന സമയം അതാണ്, നമ്മുടെ ഓണപ്പരീക്ഷയാണ്. ഈ ഓണപ്പരീക്ഷയിൽ സോഷ്യൽ സയൻസിൽ ഫുൾ മാർക്ക് കിട്ടാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഇതിൽ പഠിച്ച് തുടങ്ങാത്ത ആളുകളുണ്ടായിരിക്കും, കുറേയൊക്കെ പഠിച്ച് വെച്ച ആളുകളുണ്ടാവും. അവരോട് എല്ലാവരോടുമായിട്ടാണ് ഞാൻ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആക്ച്വലി 2 മാരത്തോണുകളാണ് നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റത്തത് നമ്മുടെ മെഗാ മാരത്തോൺ നമ്മുടെ ഈ ശനിയാഴ്ചയാണ് വരുന്നത്. ശനിയാഴ്ച 7 മണിക്ക് ഞാനുണ്ട്, അമീൻ സാറിൻ്റെ, ജേസി സാറിൻ്റെ. നിങ്ങളുടെ മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെ മുഴുവൻ ഭാഗവും അതിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ് വെച്ചിട്ട് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നിങ്ങൾ എത്ര പഠിച്ചു തുടങ്ങാത്ത ആളുകളാണെങ്കിലും അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അവിടെ നമ്മൾ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഞായറാഴ്ച എന്ന് വെച്ചാൽ പരീക്ഷയുടെ തൊട്ട് തലേ ദിവസം നമ്മൾ 100% ഷുവർ ക്വസ്റ്റ്യൻ അവിടെ നിന്നായിരിക്കും മക്കളെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അതും കഴിഞ്ഞ് മോർണിംഗ് ഒരു ബൂസ്റ്ററും കൂടെ തന്ന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ തന്നിട്ടായിരിക്കും നിങ്ങളെ ഞങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് അഴക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനിയുള്ള ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനിയുള്ള ദിവസം നിങ്ങൾ ഈ ചാനൽ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഓരോ അപ്ഡേഷനുകളും നമ്മൾ തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട essay ക്വസ്റ്റ്യനുകൾ നിങ്ങൾ നേരത്തെ പഠിക്കേണ്ടേ, ആ essay ക്വസ്റ്റ്യൻ്റെ കോണ്ടന്റ് ഇതാ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ള ടൈം കാൽക്കുലേഷൻ കൺഫ്യൂഷൻ ഉണ്ടോ, റവല്യൂഷനുകൾ കൺഫ്യൂഷൻ ഉണ്ടോ, ഈസി ആയിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് കാണുക. ഒരാൾ പോലും മാരത്തോണുകൾ മിസ്സാക്കരുത്. ഒരു മാരത്തോണല്ല, ഫസ്റ്റിലെ മാരത്തോണും 2ാമത്തെ മാരത്തോണും ഒരു കാരണവശാലും നമ്മൾ മിസ്സാക്കരുത്. അതോടുകൂടെ നിങ്ങൾക്ക് SS എന്ന് പറയുന്ന വിഷയം നമ്മൾ ഈസി ആക്കി തന്നിട്ടുണ്ടായിരിക്കും. അതിൽ 80ൽ 80 എന്നാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അല്ലാതെ A+ എന്ന് പറയുന്നത് 72ലേക്കല്ല നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ 80ൽ 80 വാങ്ങണം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ മാത്രം മതി. നിങ്ങൾ വീഡിയോകൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. വീഡിയോകൾ കൃത്യമായിട്ട് കണ്ടാൽ മാത്രം മതി. അപ്പോഴേ പഠിച്ചു തുടങ്ങല്ലേ, സോഷ്യലല്ലേ, വേഗം തുടങ്ങിക്കോടാ.